ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നൊരു സൂപ്പർ പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ സ്നാക്സ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ആണ് വെച്ചിരിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 1.5 കപ്പ് വെള്ളമായിട്ടുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തു, പിന്നെ 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ 1.5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു 6 8 ചുമന്നുള്ളി നന്നായിട്ട് ചതച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 6 എൻ്റെ 6 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ചുമന്നുള്ളി കുറവായിരുന്നു. അതുകൊണ്ട് ഉള്ളത് ഞാൻ നന്നായിട്ട് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ചെറിയ ജീരകമില്ലേ, ആ ജീരകം ഒരു 1/4 ടീസ്പൂണോളം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് തിളച്ച് കിട്ടണം, നന്നായിട്ട് ഒന്ന് തിളച്ച് കിട്ടണം. തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾക്ക് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു നമ്മൾ ഇതുപോലെ കുറുക്കി നമ്മൾ എടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അല്ല എങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം. പക്ഷേ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ നമ്മൾ എടുക്കുന്നതാണ്. അപ്പം ഞാൻ ആ പൊടി മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ. നല്ല തിളച്ച വെള്ളമാണല്ലോ, അതുകൊണ്ട് തന്നെ ആ പൊടിയുടെ എല്ലാ ഭാഗത്തും ആ വെള്ളം ചെല്ലുന്ന വിധത്തിൽ നമുക്കിതുപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് അത് ആറിക്കഴിയുമ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഓൾറെഡി സോഫ്റ്റാണ്, എന്നാലും നമ്മൾക്കൊന്നും കൂടി നന്നായിട്ട് കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പൊടിയൊക്കെ വാട്ടി കുഴയ്ക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അമ്മമാരൊക്കെ പറയാറില്ലേ, പൊടി വാട്ടി കുഴച്ചുണ്ടാകും. അത് തന്നെ ഇതിപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കുഴച്ചെടുത്തതാണ്. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തിളച്ച വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാം. അത് ഓരോ പൊടിയുടെ നൽപ്പ് പോലെ ഇരിക്കും. ചില പൊടി നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് കുറുക്കിയെടുത്താലേ സോഫ്റ്റ് ആകത്തുള്ളൂ. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ 2 തണ്ട് കറിവേപ്പില, അത് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 3-4 വെളുത്തുള്ളി ചതച്ച് അതും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ല സോഫ്റ്റായിട്ട്, വെളുത്തുള്ളിയും സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി. ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബീഫാണ്. ബീഫ് വേവിച്ച് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയാണെങ്കിലും ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മുട്ടയാണെങ്കിലും ബീഫാണെങ്കിലും അതുപോലെ തന്നെ ചിക്കനാണെങ്കിലും ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ടയാണെങ്കിലും നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് അവസാനം ചേർത്താൽ മതി, ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ചേർത്താൽ മതി. ഇപ്പം നമ്മളുടെ മസാലകളൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായിട്ടും
നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മസാല ഇവിടെ, ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് ഒന്ന് ആറ് കെട്ടണം. അതിനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനത് ഇറക്കി വെച്ചു. അതവിടെ ഇരുന്ന് ആറട്ടെ. നമ്മളുടെ മസാലയൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൊടി, നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഒന്ന് കുഴച്ച് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് കുറേശ്ശെ പൊടി ഇത് നമ്മളുടെ മസാല ആറി വന്നിട്ടുണ്ട്. ഇത് ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കുന്ന ആ തട്ട് കുറച്ച് എണ്ണയൊക്കെ തൂത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോ ഉരുള ഇതുപോലെ എടുത്ത് കുറേശ്ശെ പൊടി ഇതുപോലെ എടുത്തൊന്ന് ഉരുട്ടി, കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി, ഇതുപോലെ ഒന്ന് പരത്തി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ മസാല വെച്ച് കൊടുക്കണം. ഇതുപോലെയൊക്കെ ഒന്ന് പരത്തി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മസാല ഒത്തിരി വെക്കണ്ട, കുറച്ച് വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് പുറത്ത് ചാടും. ഇത്രയും മസാല വെച്ച് കൊടുത്താൽ ഒന്ന് സ്പൂണും കൊണ്ടൊക്കെ ഒന്ന് അമർത്തിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടി, ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു സിലിണ്ടർ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ആ മസാല ഉള്ളിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി എടുത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്ത് വയ്ക്കാം. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കി മസാല വെച്ച് ഇതുപോലെ സിലിണ്ടർ ആകൃതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാനതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് അതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് മുഴുവൻ കൂടി ഞാൻ ഒന്നിച്ച് വയ്ക്കുന്നില്ല. ഒന്നും തൊടാതെ നമ്മൾ ഒന്നിനൊന്നും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അടിയിൽ ഒരു 4 വെച്ചു. അതുപോലെ തന്നെ എൻ്റെ തട്ടിൽ 5 കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ സുഖമാണ്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും മുകളിൽ വെച്ചാൽ. അപ്പോൾ അങ്ങനെ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവി കയറ്റി എടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു. ഇനി അത് കുറച്ച് വെള്ളം, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് കുറേശ്ശെ ഇളക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾക്കൊന്ന് കുഴച്ചെടുക്കണം. അത് കാശ്മീരി മുളക് പൊടി എടുക്കാവുള്ളൂ, എരിവുള്ള മുളക് പൊടി എടുക്കരുത്. നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ്. കാശ്മീരി മുളക് പൊടിക്കാകുമ്പോൾ എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടുമാണ് അതെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലൊരു കുഴമ്പ് പരുവമാക്കി വയ്ക്കുക. ഉണ്ട് ഈ ഒരു രീതിയിൽ അതവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മളുടെ സ്നാക്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ആ സ്നാക്സൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി അത് ആറിയതിന് ശേഷം, ഇപ്പം ഞാൻ കണ്ടോ ഒന്നിനും തൊടാതിരുന്ന കാരണം അതെടുത്തപ്പോഴേ പൊട്ടിയില്ല, അല്ലെങ്കിൽ പൊട്ടിപ്പോവും നമ്മൾ മസാലയൊക്കെ ഉള്ളി വെച്ചതല്ലേ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാന്, ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി പണിയുണ്ടെന്ന് തോന്നുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഒരു നോൺ സ്റ്റിക്ക് പാൻ ഇതുപോലെ വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പലഹാരം എടുത്തിട്ട് നമ്മൾ മുളക് ഇതുപോലെ നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഒന്ന് മുക്കി, ഇതുപോലെ ഒന്ന് മുക്കി നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് മൊരിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുത്ത്
ഇങ്ങനെയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. അതും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ മുളകിൽ ഇങ്ങനെ മുക്കി പൊരിച്ച് കൊടുക്കണമെന്നില്ല. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ അതിന് മുമ്പ് തന്നെ അത് പിള്ളേർക്ക് ചെറിയ എരിവാണെങ്കിലും ഉണ്ടാകുമല്ലോ, അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ആവി കയറ്റി ഉടനെ അങ്ങ് കൊടുക്കുക. നമ്മൾക്ക് മുതിർന്നവർക്ക് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ്, നമ്മളുടെ നാവിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെ മുളകും മസാലയും പൊടിയും ഒക്കെ കൂടി, അരിപ്പൊടിയുടെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. വേറെ കറിയൊന്നും വേണ്ടല്ലോ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ. ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. ഇതുപോലെ നമ്മളിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്കത് മറിച്ചിട്ട് നമ്മൾക്കൊന്ന് മുരിച്ചെടുക്കാം. കണ്ടോ, ഇത് നമ്മൾ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, കുറച്ചെണ്ണയല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അതിനകത്ത് കിടന്ന് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി വിഭവമല്ലേ ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? ഇതിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി പലഹാരമല്ലേ, എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നമ്മൾക്ക് നമ്മളുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ അവരെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ, കാര്യമൊന്നുമില്ല പക്ഷേ കാണാനായിട്ട് നല്ല ലുക്കും ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, പുതിയ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്, ഒരു വെറൈറ്റി പലഹാരമല്ലേ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനെ? കണ്ടോ, വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ, വളരെ സോഫ്റ്റാണ്. നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ആ പൊടി കുറുക്കിയെടുത്തത് കൊണ്ട് വളരെ സോഫ്റ്റാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. മുറിച്ചതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ, ആ മസാലകളൊക്കെ തിങ്ങിയിരിക്കുന്നത് കണ്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.